Where is Grandpa? I asked Grandma, looking down at the floor so she wouldn't ask me why I had been crying. She was sewing on a quilt as usual and didn't look up. I think he is out back working in the bean field. I went outside and looked out at the fields. There he was. I could see him walking between the rows, his body bent over the little plants, hoe in hand. I walked slowly out to him, trying to think how I could best ask him for the money. There was a cool breeze blowing and a sweet smell of mesquite fruit in the air, but I didn't appreciate it. I kicked at a dirt cloud. I wanted that jacket so much. It was more than just being a valedictorian and giving a little thank you speech for the jacket on graduation night. It represented 8 years of hard work and expectation. Where is Grandpa? എവിടെയാണ് മുത്തച്ഛൻ? ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ. ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചു. ലുക്കിംഗ് ഡൗൺ, താഴേക്ക് നോക്കിക്കൊണ്ട്, അറ്റ് ദ ഫ്ലോർ, നിലത്ത്. സോ ഷീ വുഡിൻ ആസ്ക് മീ, അതുകൊണ്ട് അവൾ എന്നോട് ചോദിക്കില്ല വൈ ഐ ഹാഡ് ബീൻ ക്രൈയിങ്, ഞാൻ എന്തുകൊണ്ടാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. ഷി വാസ് സ്വിങ് ഓൺ എ കിൽറ്റ്, അവളൊരു ചെറിയ കിടക്ക തുന്നുകയായിരുന്നു. ആസ് യൂഷ്വൽ, സാധാരണ പോലെ. ആൻഡ് ഡിഡിൻ ലുക്ക് അപ്പ്, മുകളിലേക്ക് നോക്കിയില്ല. ഐ തിങ്ക് ഹീ ഈസ് ഔട്ട് ബാക്ക് വർക്കിംഗ് ഇൻ ദ ബീൻ ഫീൽഡ്, എനിക്ക് തോന്നുന്നത് അദ്ദേഹം പയറിൻ്റെ വയലിൽ ജോലിയെടുക്കുകയാണ് എന്നാണ്. ഐ വെൻ ഔട്ട് സൈഡ്, ഞാൻ പുറത്തേക്ക് പോയി. ആൻഡ് ലുക്ക്ഡ് ഔട്ട് അറ്റ് ദ ഫീൽഡ്സ്, പുറത്ത് വയലിലേക്ക് നോക്കി. ദർ ഹി വാസ്, അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. ഐ കുഡ് സീ ഹിം വാക്കിംഗ്, എനിക്ക് അദ്ദേഹത്തെ നടക്കുന്നതായി കാണാൻ പറ്റി. ബിറ്റ്വീൻ ദ റോസ്, നിരകൾക്കിടയിലൂടെ. ഹിസ് ബോഡി ബെൻ ഓവർ ദ ലിറ്റിൽ പ്ലാന്റ്സ്, അദ്ദേഹത്തിൻ്റെ ശരീരം ചെറിയ സസ്യങ്ങൾക്ക് മുകളിൽ കുനിച്ചുകൊണ്ട്. ഹോ ഇൻ ഹാൻഡ്, കയ്യിൽ കൈക്കോട്ടുമായി. ഐ വാക്ക്ഡ് സ്ലോലി ഔട്ട് ടു ഹിം, ഞാൻ പതുക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. ട്രൈൻ ടു തിങ്ക്, ചിന്തിക്കാൻ ശ്രമിച്ചുകൊണ്ട്. ഹൗ ഐ കുഡ് ബെസ്റ്റ് ആസ്ക് ഹിം ഫോർ ദ മണി, എനിക്ക് എങ്ങനെ അദ്ദേഹത്തോട് ഏറ്റവും നല്ല രീതിയിൽ പൈസ ചോദിക്കാൻ പറ്റുമെന്ന്. ദർ വാസ് എ കൂൾ ബ്രീസ് ബ്ലോയിങ്, നല്ല തണുത്ത ഒരു ഇളം കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് എ സ്വീറ്റ് സ്മെൽ ഓഫ് മെസ്കീറ്റ് ഫ്രൂട്ട് ഇൻ ദ എയർ, വായുവിൽ നല്ല മെസ്കീറ്റ് പഴത്തിൻ്റെ മണമുണ്ടായിരുന്നു. ബട്ട് ഐ ഡിഡിൻ അപ്രീഷിയേറ്റ് ഇറ്റ്, പക്ഷെ ഞാനത് ആസ്വദിച്ചില്ല. ഐ കിക്ക്ഡ് അറ്റ് എ ഡേർട്ട് ക്ലോഡ്, ഞാനൊരു ചെളി പിടിച്ച മൺകട്ട തട്ടി. ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്, ഞാൻ ആ ജാക്കറ്റ് ഒരുപാട് ആഗ്രഹിച്ചു. ഇറ്റ് വാസ് മോർ ദാൻ ജസ്റ്റ് ബീയിങ് എ വാലഡിക്ടോറിയൻ and giving a little thank you speech for the jacket on graduation night. ബിരുദദാന രാത്രിയിൽ ജാക്കറ്റിന് വേണ്ടിയുള്ള ഒരു ചെറിയ നന്ദി പ്രഭാഷണം നടത്തുന്നതിനും ഒരു വാലഡിക്ടോറിയൻ ആവുന്നതിനും ഒക്കെ മുകളിലായിരുന്നു അത്. ഇറ്റ് റെപ്രസെൻറ്റഡ്, അത് പ്രതിനിധാനം ചെയ്തു 8 years ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് എക്സ്പെക്റ്റേഷൻ, 8 വർഷത്തെ കഠിനാധ്വാനവും പ്രതീക്ഷയും. I knew I had to be honest with Grandpa. It was my only chance. He saw my shadow and looked up. He waited for me to speak. I cleared my throat nervously and clasped my hands behind my back so he wouldn't see them shaking. Grandpa, I have a big favor to ask you, I said in Spanish, the only language he knew. I knew, ഞാൻ അറിഞ്ഞു, ഞാൻ മനസ്സിലാക്കി. ഐ ഹാഡ് ടു ബി ഓണസ്റ്റ്, ഞാൻ സത്യസന്ധതയുള്ളവളാവണമെന്ന്. വിത്ത് ഗ്രാൻഡ്പയുമായി. ഇറ്റ് വാസ് മൈ ഓൺലി ചാൻസ്, ഇത് എൻ്റെ ഏക അവസരമായിരുന്നു. ഹി സോ മൈ ഷാഡോ ആൻഡ് ലുക്ക്ഡ് അപ്പ്, അദ്ദേഹം എൻ്റെ നിഴൽ കണ്ടു, മുകളിലേക്ക് നോക്കി. ഹി വെയിറ്റഡ് ഫോർ മീ ടു സ്പീക്ക്, അദ്ദേഹം ഞാൻ സംസാരിക്കാൻ വേണ്ടി കാത്തുനിന്നു.
ഐ ക്ലിയർഡ് മൈ ത്രോട്ട്, ഞാൻ എൻ്റെ തൊണ്ട ശരിയാക്കി, നെർവസ്ലി ധൈര്യമില്ലാതെ. ആൻഡ് ക്ലാസ്പ്ഡ് മൈ ഹാൻഡ്സ്, എൻ്റെ കൈകൾ കോർത്തു പിടിച്ചു. ബിഹൈൻഡ് മൈ ബാക്ക്, എൻ്റെ പിറക് വശത്തേക്ക്. സോ ഹി വുഡിൻ സീ ദം ഷെയ്ക്കിങ്, അതുകൊണ്ട് അദ്ദേഹം അത് വിറക്കുന്നത് കാണില്ല. ഗ്രാൻഡ് പാ, ഐ ഹാവ് എ ബിഗ് ഫേവർ ടു ആസ്ക് യു. മുത്തച്ഛ, നിങ്ങളോട് എനിക്കൊരു വലിയ ഉപകാരം ചോദിക്കാനുണ്ട്. ഐ സെഡ് ഇൻ സ്പാനിഷ്, ഞാൻ സ്പാനിഷ് ഭാഷയിൽ പറഞ്ഞു. ദ ഓൺലി ലാംഗ്വേജ് ഹീ ന്യൂ, അദ്ദേഹത്തിന് അറിയുന്ന ഏക ഭാഷയായ. ഹി സ്റ്റിൽ വെയിറ്റഡ് സൈലൻ്റ്ലി. ഐ ട്രൈഡ് അഗെയിൻ. ഗ്രാൻഡ് പാ, ദിസ് ഇയർ ദ പ്രിൻസിപ്പൽ സെഡ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഫ്രീ. ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് $15 and I have to take the money in tomorrow, otherwise it will be given to someone else. The last words came out in an eager rush. Grandpa straightened up tiredly and leaned his chin on the hoe handle. He looked out over the field that was filled with the tiny green bean plants. I waited desperately, hoping he would say I could have the money. He turned to me and asked quietly, what does a scholarship jacket mean? He still waited silently. അദ്ദേഹം അപ്പോഴും നിശബ്ദനായി കാത്തിരുന്നു. I tried again. ഞാൻ വീണ്ടും ശ്രമിച്ചു. Grandpa, this year the principal said. ഈ വർഷം പ്രിൻസിപ്പൽ പറഞ്ഞു, the scholarship jacket is not going to be free. സ്കോളർഷിപ്പ് ജാക്കറ്റ് ഫ്രീ ആയി ലഭിക്കില്ല. ഇറ്റ് ഈസ് ഗോയിങ് ടു കോസ്റ്റ് $15. അതിന് $15 വില വരുമെന്ന്. ആൻഡ് ഐ ഹാവ് ടു ടേക്ക് ദ മണി ഇൻ ടുമോറോ, എനിക്ക് പൈസ നാളെ തന്നെ കൊടുക്കണം. അതർവൈസ് ഇറ്റ് വിൽ ബി ഗിവൺ ടു സംവൺ എൽസ്, അല്ലെങ്കിൽ അത് മറ്റാർക്കെങ്കിലും നൽകപ്പെടും. ദ ലാസ്റ്റ് വേർഡ്സ് കെയിം ഔട്ട് ഇൻ ആൻ ഈഗർ റഷ്. അവസാനത്തെ വാക്കുകൾ അറിയാതെ തിടുക്കത്തിൽ പുറത്തേക്ക് വന്നു. ഗ്രാൻഡ് പാ സ്ട്രൈറ്റൺ അപ്പ് ടയേർഡ്ലി. ഗ്രാൻഡ് പാ ക്ഷീണത്തോടെ നിവർന്നു നിന്നു. ആൻഡ് ലീൻഡ് ഹിസ് ചിൻ, അദ്ദേഹത്തിൻ്റെ താടി ചാരി. ഓൺ ദ ഹെവ് ഹാൻഡിൽ, കൈക്കോട്ടിൻ്റെ പിടിയുടെ മേൽ. ഹീ ലുക്ക്ഡ് ഔട്ട് ഓവർ ദ ഫീൽഡ്, അദ്ദേഹം വയലിന് മുകളിലൂടെ പുറത്തേക്ക് നോക്കി. ദാറ്റ് വാസ് ഫിൽഡ്, ആ വയൽ നിറക്കപ്പെട്ടതായിരുന്നു. വിത്ത് ദ ടൈനി ഗ്രീൻ ബീൻ പ്ലാന്റ്സ്, ചെറിയ പച്ച പയറ് ചെടികളാൽ. ഐ വെയിറ്റഡ്, ഞാൻ കാത്തുനിന്നു. ഡിസ്പറേറ്റ്ലി ഹോപ്പിംഗ്, നിരാശയോടുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട്. ഹി വുഡ് സേ, അദ്ദേഹം പറയുമെന്ന്. എന്ത് പറയുമെന്ന്? ഐ കുഡ് ഹാവ് ദ മണി, എനിക്ക് പൈസ നൽകാമെന്ന്. ഹി ടേൺ ടു മീ, അദ്ദേഹം എൻ്റെ നേരെ തിരിഞ്ഞു. ആൻഡ് ആസ്ക്ഡ് ക്വയറ്റ്ലി, വളരെ ശാന്തമായി ചോദിച്ചു, വാട്ട് ഡസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് മീൻ? എന്താണ് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അർത്ഥമാക്കുന്നത്? I answered quickly, maybe there was a chance. It means you have earned it by having the highest grades for 80 years, and that is why they are giving it to you. Too late I realized the significance of my words. Grandpa knew that I understood it was not a matter of money. It was in that. He went back to having the weeds that sprang up between the delicate little bean plants. I answered quickly, ഞാൻ പെട്ടെന്ന് മറുപടി പറഞ്ഞു. മേ ബി ദർ വാസ് എ ചാൻസ്, ഒരു അവസരമുണ്ടായെങ്കിലോ, പൈസ ലഭിക്കാനുള്ള ഒരു അവസരമുണ്ടായെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട്. ഇറ്റ് മീൻസ്, അത് അർത്ഥമാക്കുന്നത്, യു ഹാവ് ഏൺഡ് ഇറ്റ്, നിങ്ങളത് നേടിയെടുത്തു. ബൈ ഹാവിങ് ദ ഹയസ്റ്റ് ഗ്രേഡ്സ് ഫോർ 80 years, 8 വർഷം ഉന്നത നിലവാരം നിലനിർത്തിക്കൊണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ആർ ഗിവിങ് ഇറ്റ് ടു യു, അതിനാണ് അവർ നിങ്ങൾക്കത് നൽകുന്നത്. ടു ലേറ്റ്, വളരെ വൈകി. ഐ റിയലൈസ്ഡ്, ഞാൻ തിരിച്ചറിഞ്ഞു. ദ സിഗ്നിഫിക്കൻസ് ഓഫ് മൈ വേർഡ്സ്, എൻ്റെ വാക്കുകളുടെ പ്രാധാന്യം. ഗ്രാൻഡ്പാ ന്യൂ, ഗ്രാൻഡ്പക്ക് മനസ്സിലായി. ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് വാസ് നോട്ട് എ മാറ്റർ ഓഫ് മണി, പൈസയുടെ ഒരു വിഷയമല്ല അത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. ഇറ്റ് വാസ് ഇൻ ദാറ്റ്, അതൊരു പൈസയുടെ വിഷയമായിരുന്നില്ല. സ്കോളർഷിപ്പ് ജാക്കറ്റ് പൈസ കൊടുത്ത് കിട്ടേണ്ടതായിരുന്നില്ല, അത് ഫ്രീ ആയി കിട്ടേണ്ടതാണ്. ഹി വെൻ ബാക്ക്, അദ്ദേഹം തിരിച്ചു പോയി. ടു ഹെവിങ് ദ വീഡ്സ്, കളകൾ നീക്കുന്നതിലേക്ക്. ദാറ്റ് സ്പ്രാങ് അപ്പ്, മുളച്ച. ബിറ്റ്വീൻ ദ ഡെലിക്കേറ്റ് ലിറ്റിൽ ബീൻ പ്ലാന്റ്സ്,
വളരെ ലോലമായ ചെറിയ പയറ് ചെടികൾക്കിടയിൽ. It was a time-consuming job. Sometimes the small shoots were right next to each other. Finally, he spoke again as I turned to leave, crying. Then, if you pay for it, Martha, it is not a scholarship jacket, is it? Tell your principal I will not pay the $15. I walked back to the house and locked myself in the bathroom for a long time. I was angry with grandfather even though I knew he was right. And I was angry with the board, whoever they were. Why did they have to change the rules just when it was my turn to win the jacket? Those were the days of belief and innocence. It was a very sad and withdrawn girl who dragged into the principal's office the next day. This time he did look me in the eyes. ഇറ്റ് വാസ് എ ടൈം കൺസ്യൂമിങ് ജോബ്. അത് സമയം ചെലവാക്കുന്ന ഒരു ജോലിയായിരുന്നു കള പറിക്കുക എന്നത്. സംടൈംസ് ചിലപ്പോൾ ദ സ്മോൾ ഷൂട്ട്സ് ചെറിയ തളിരുകൾ വർ റൈറ്റ് നെക്സ്റ്റ് ടു ഈച്ച് അതർ പരസ്പരം ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരിക്കും. ഫൈനലി ഹി സ്പോക്ക് അഗെയിൻ അവസാനം അദ്ദേഹം വീണ്ടും സംസാരിച്ചു. അസ് ഐ ടേൺ ടു ലീവ് ക്രൈയിങ് കരഞ്ഞുകൊണ്ട് പോവാൻ വേണ്ടി ഞാൻ തിരിഞ്ഞപ്പോൾ. Then if you pay for it, Martha, it is not a scholarship jacket, is it? മാർത്ത, നീ അതിന് പൈസ കൊടുക്കുകയാണെങ്കിൽ അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല, ആണോ? ടെൽ യുവർ പ്രിൻസിപ്പിൾ, നിൻ്റെ പ്രിൻസിപ്പിളിനോട് പറയുക ഐ വിൽ നോട്ട് പേ ദ $15, ഞാൻ $15 അടക്കുകയില്ല എന്ന്. ഐ വോക്ക്ഡ് ബാക്ക് ടു ദ ഹൗസ്, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നു. ആൻഡ് ലോക്ക്ഡ് മൈസെൽഫ് ഇൻ ദ ബാത്റൂം ഫോർ എ ലോങ് ടൈം, ബാത്റൂമിൽ കുറ്റിയിട്ടുകൊണ്ട് ഒരുപാട് സമയം ഞാൻ നിന്നു. ഐ വാസ് ആംഗ്രി, ഞാൻ ദേഷ്യമുള്ളവളായിരുന്നു വിത്ത് ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛനോട്. ഈവൺ ദോ ഐ ന്യൂ, ഞാൻ അറിഞ്ഞെങ്കിലും ഹി വാസ് റൈറ്റ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ അറിഞ്ഞെങ്കിലും എനിക്ക് മുത്തച്ഛനോട് ദേഷ്യം തോന്നി. ആൻഡ് ഐ വാസ് ആംഗ്രി വിത്ത് ദ ബോർഡ്, കമ്മിറ്റിയോട് എനിക്ക് ദേഷ്യം തോന്നി. whoever they were, അവരാരായിരുന്നാലും. വൈ ഡിഡ് ദേ ഹാവ് ടു ചേഞ്ച് ദ റൂൾസ്, അവരെന്തിനാണ് നിയമങ്ങൾ മാറ്റിയത്? ജസ്റ്റ് വെൻ ഇറ്റ് വാസ് മൈ ടേൺ ടു വിൻ ദ ജാക്കറ്റ്, ജാക്കറ്റ് ലഭിക്കാനുള്ള എൻ്റെ അവസരം വന്നപ്പോൾ. ദോസ് വേർ ദ ഡേയ്സ് ഓഫ് ബിലീഫ് ആൻഡ് ഇന്നസെൻസ്, ആ ദിവസങ്ങൾ നിഷ്കളങ്കതയുടെയും വിശ്വാസത്തിൻ്റെയും ദിവസങ്ങളായിരുന്നു. ആ സമയത്ത് ഞാൻ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. It was a very sad and withdrawn girl who dragged into the principal's office the next day. അടുത്ത ദിവസം പ്രിൻസിപ്പളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയ ആ പെൺകുട്ടി വളരെ ദുഃഖം നിറഞ്ഞവളും അധികം സംസാരിക്കാത്തവളുമായിരുന്നു. This time he did look me in the eyes. ഈ സമയം അദ്ദേഹം എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. What did your grandfather say? I sat very straight in my chair. He said to tell you he won't pay the $15. The principal muttered something I couldn't understand under his breath and walked over to the window. He stood looking at something outside. He looked bigger than usual when he stood up. He was a tall, gaunt man with grey hair, and I watched the back of his head while I waited for him to speak. Why? He finally asked. Your grandfather has the money. He owns a 200-acre ranch. I looked at him, forcing my eyes to stay dry. I know, sir, but he said if I had to pay for it, then it wouldn't be a scholarship jacket. I stood up to leave. I guess you will just have to give it to Joanne. I hadn't meant to say that, it had just slipped out. I was almost to the door when he stopped me. Martha, wait. What did your grandfather say? നിൻ്റെ മുത്തച്ഛൻ എന്തു പറഞ്ഞു? I sat very straight in my chair. ഞാൻ എൻ്റെ കസേരയിൽ നേരെ ഇരുന്നു. He said to tell you he won't pay the $15. അദ്ദേഹം $15 അടക്കുകയില്ല എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞു. The principal muttered something I couldn't understand under his breath. പ്രിൻസിപ്പൾ എന്തോ പതുക്കെ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല
അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന്. ആൻഡ് വാക്ക്ഡ് ഓവർ ടു ദ വിൻഡോ, അദ്ദേഹം ജനവാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. ഹീ സ്റ്റുഡ് ലുക്കിംഗ് അറ്റ് സംതിങ് ഔട്ട്സൈഡ്, അദ്ദേഹം പുറത്ത് എന്തോ നോക്കിക്കൊണ്ട് നിന്നു. ഹീ ലുക്ക്ഡ് ബിഗർ ദാൻ യൂഷ്വൽ, അദ്ദേഹം പതിവിലും വലിയവനായി തോന്നിപ്പിച്ചു. വെൻ ഹീ സ്റ്റുഡ് അപ്പ്, അദ്ദേഹം എണീറ്റു നിന്നപ്പോൾ. ഹി വാസ് എ ടോൾ ഗോൺ മാൻ, അദ്ദേഹം വളരെ മെലിഞ്ഞ നീളമുള്ള ആളായിരുന്നു. വിത്ത് ഗ്രേ ഹെയർ, നരച്ച മുടിയുള്ള. ആൻഡ് ഐ വാച്ച്ഡ് ദ ബാക്ക് ഓഫ് ഹീസ് ഹെഡ് വൈൽ ഐ വെയിറ്റഡ് ഫോർ ഹിം ടു സ്പീക്ക്, അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി ഞാൻ കാത്തു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയുടെ പിൻഭാഗം ഞാൻ നിരീക്ഷിച്ചു. വൈ, എന്തുകൊണ്ട്? ഹി ഫൈനലി ആസ്ക്ഡ്, പ്രിൻസിപ്പൽ അവസാനം ചോദിച്ചു. യുവർ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി, നിൻ്റെ മുത്തച്ഛന് പൈസയുണ്ട്, പിന്നെ എന്താണ് നൽകാത്തത്? ഹി ഓൺസ് എ 200 ഏക്കർ റാഞ്ച്, അദ്ദേഹത്തിന് 200 ഏക്കർ മേച്ചിൽ സ്ഥലമുണ്ട്. ഐ ലുക്ക്ഡ് അറ്റ് ഹിം, ഞാൻ അദ്ദേഹത്തിൻ്റെ നേരെ നോക്കി. ഫോഴ്സിങ് മൈ ഐസ്, എൻ്റെ കണ്ണുകളെ നിർബന്ധിപ്പിച്ചുകൊണ്ട്. ടു സ്റ്റേ ഡ്രൈ, വരണ്ട് കിടക്കാൻ വേണ്ടി, അതായത് കണ്ണുകൾ നിറയാതിരിക്കാൻ വേണ്ടി. ഐ നോ സർ, എനിക്കറിയാം സർ. ബട്ട് ഹീ സെഡ്, പക്ഷെ അദ്ദേഹം പറഞ്ഞു. ഇഫ് ഐ ഹാഡ് ടു പേ ഫോർ ഇറ്റ്, ഞാൻ അതിന് പണമടക്കുകയാണെങ്കിൽ, ദെൻ ഇറ്റ് വുഡിൻ ബി എ സ്കോളർഷിപ്പ് ജാക്കറ്റ്, അന്നേരം അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് ആവില്ല എന്ന്. ഐ സ്റ്റുഡ് അപ്പ് ടു ലീവ്, ഞാൻ പോവാൻ വേണ്ടി എണീറ്റ് നിന്നു. ഐ ഗസ്, ഞാൻ വിചാരിക്കുന്നു. യു വിൽ ജസ്റ്റ് ഹാവ് ടു ഗീവ് ഇറ്റ് ടു ജവാൻ, നിങ്ങളത് ജവാന് നൽകണമെന്ന്. ഐ ഹാഡിൻ മെൻ ടു സേ ദാറ്റ്, ഞാനത് പറയാൻ ഉദ്ദേശിച്ചില്ല. ഇറ്റ് ഹാഡ് ജസ്റ്റ് സ്ലിപ്പ്ഡ് ഔട്ട്, അതറിയാതെ പുറത്തേക്ക് വന്നതാണ്. ഐ വാസ് ഓൾമോസ്റ്റ് ദ ഡോർ, ഞാൻ ഏറെക്കുറെ വാതിലിനടുത്തെത്തിയിരുന്നു. വെൻ ഹി സ്റ്റോപ്പ്ഡ് മീ, മാർത്ത വെയിറ്റ്, അന്നേരം അദ്ദേഹം എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ഐ ടേൺ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം വെയിറ്റിംഗ്. വാട്ട് ഡിഡ് ഹി വാണ്ട് നൗ? I could feel my heart pounding loudly in my chest. Something bitter and vile tasting was coming up in my mouth. I was afraid I was going to be sick. I didn't need any sympathy speeches. He sighed loudly and went back to his big desk. He watched me, biting his lip. Okay, we will make an exception in your case. I will tell the board. You will get your jacket. I could hardly believe my ears. I spoke in a trembling rush. Oh, thank you, sir. Suddenly I felt great. I didn't know about adrenaline in those days, but I knew something was pumping through me, making me feel as tall as the sky. I wanted to yell, jump, run the mile, do something. I ran out so I could cry in the hall, where there was no one to see me. At the end of the day, Mr. Smith winked at me and said, I hear you are getting the scholarship jacket this year. I turned and looked at him waiting. ഞാൻ തിരിഞ്ഞ് അദ്ദേഹത്തിന് നേരെ നോക്കി, അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. വാട്ട് ഡിഡ് ഹി വാണ്ട് നൗ? അദ്ദേഹം ഇപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഐ കുഡ് ഫീൽ മൈ ഹാർട്ട് പൗണ്ടിങ് ലൗഡ്ലി ഇൻ മൈ ചെസ്റ്റ്, എൻ്റെ നെഞ്ചിനുള്ളിൽ നിന്നും ഹൃദയം ഉറക്കെ ഇടിക്കുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. സംതിങ് ബിറ്റർ ആൻഡ് വൈൽ ടേസ്റ്റിംഗ് വാസ് കമ്മിങ് അപ്പ് ഇൻ മൈ മൗത്ത്, അശുദ്ധമായ രുചിയുള്ളതും കയ്പു നിറഞ്ഞതുമായ എന്തോ ഒന്ന് എൻ്റെ വായിൽ വരുന്നതായി എനിക്ക് തോന്നി. ഐ വാസ് അഫ്രൈഡ് ഐ വാസ് ഗോയിങ് ടു ബി സിക്ക്, ഞാൻ രോഗിയാവാൻ പോവുകയാണോ എന്ന് ഞാൻ പേടിച്ചു. ഐ ഡിഡിൻ നീഡ് എനി സിമ്പതി സ്പീച്ചസ്, എനിക്കൊരു അനുകമ്പ പ്രഭാഷണങ്ങളുടെയും ആവശ്യമില്ല. ഹി സൈഡ് ലൗഡ്ലി ആൻഡ് വെൻ ബാക്ക്, അദ്ദേഹം ഉച്ചത്തിൽ നെടുവീർപ്പിട്ടുകൊണ്ട് തിരിച്ചു പോയി. ടു ഹീസ് ബിഗ് ഡെസ്ക്, അദ്ദേഹത്തിൻ്റെ വലിയ ഡെസ്കിലേക്ക്. ഹി വാച്ച്ഡ് മീ, അദ്ദേഹം എന്നെ നിരീക്ഷിച്ചു. ബൈറ്റിംഗ് ഹീസ് ലിപ്പ്, അദ്ദേഹത്തിൻ്റെ ചുണ്ട് കടിച്ചുകൊണ്ട്. അദ്ദേഹം പറയാണ്, ഓക്കെ ശരി, വി വിൽ മേക്ക് ആൻ എക്സെപ്ഷൻ ഇൻ യുവർ കേസ്, നിൻ്റെ കേസിൽ ഞങ്ങളൊരു ഒഴിവാക്കൽ നടത്തുകയാണ്. ഐ വിൽ ടെൽ ദ ബോർഡ്, ഞാൻ കമ്മിറ്റിയോട് പറയാം. യു വിൽ ഗെറ്റ് യുവർ ജാക്കറ്റ്, നിനക്ക് നിൻ്റെ ജാക്കറ്റ് ലഭിക്കും. ഐ കുഡ് ഹാർഡ്ലി ബിലീവ് മൈ ഇയേഴ്സ്, എനിക്കെൻ്റെ ചെവികളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഐ സ്പോക്ക് ഇൻ എ ട്രംബ്ലിംഗ് റഷ്, ഞാൻ വിറയാർന്ന തിടുക്കത്തോടു കൂടി പറഞ്ഞു, ഹോ താങ്ക് യു സർ. സഡൻലി, പെട്ടെന്ന്, ഐ ഫെൽറ്റ് ഗ്രേറ്റ്,
എനിക്ക് ഞാൻ വലിയ ഒരാളായ പോലെ തോന്നി. ഐ ഡിഡിൻ നോ, ഞാൻ അറിഞ്ഞിരുന്നില്ല അബൌട്ട് അഡ്രിനലൻ ഇൻ ദോസ് ഡേയ്സ്. അഡ്രിനലൻ എന്നാൽ ഒരു ഹോർമോണാണ്. അതിനെക്കുറിച്ച് ആ ദിവസങ്ങളിൽ എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഐ ന്യൂ, പക്ഷേ ഞാൻ മനസ്സിലാക്കി, സംതിങ് എന്തോ ഒന്ന് വാസ് പമ്പിങ് ത്രൂ മീ, എൻ്റെ ഉള്ളിലൂടെ പമ്പ് ചെയ്യുന്നതായി. മേക്കിംഗ് മീ ഫീൽ, അതെന്നെ ഫീൽ ചെയ്യിപ്പിക്കുന്നു. അസ് ടോൾ അസ് ദ സ്കൈ, ആകാശത്തിൻ്റെ അത്ര വലിയ ആളായിട്ട്. ഐ വാണ്ടഡ് ടു യെൽ, ഞാൻ കൂവി വിളിക്കാൻ ആഗ്രഹിച്ചു. ജമ്പ്, ചാടിക്കളിക്കാൻ. റൺ ദ മൈൽ, ദൂരങ്ങൾ ഓടുവാൻ. ഡു സംതിങ്, എന്തെങ്കിലും ചെയ്യാൻ. ഐ റാൻ ഔട്ട്, ഞാൻ പുറത്തേക്ക് ഓടി. സോ ഐ കുഡ് ക്രൈ ഇൻ ദ ഹോൾ, അതുകൊണ്ട് എനിക്ക് ഹോളിൽ വെച്ച് കരയാം. വേർ ദർ വാസ് നോ വൺ ടു സീ മീ, അവിടെ എന്നെ കാണാൻ ഒരാളും ഉണ്ടാവില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ, മിസ്റ്റർ സ്മിത്ത് വിങ്ക്ഡ് അറ്റ് മീ, സ്മിത്ത് എൻ്റെ നേരെ കണ്ണ് ചിമ്മി. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, ഐ ഹിയർ, ഞാൻ കേൾക്കുന്നു, യു ആർ ഗെറ്റിംഗ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ദിസ് ഇയർ, ഈ വർഷം നിനക്കാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ് ലഭിക്കാൻ പോകുന്നത് എന്ന്. ഹീസ് ഫേസ് ലുക്ക്ഡ് ആസ് ഹാപ്പി ആൻഡ് ഇന്നസെൻറ്റ് ആസ് എ ബേബീസ്. ബട്ട് ഐ ന്യൂ ബെറ്റർ. വിത്തൗട്ട് ആൻസറിങ് ഐ ഗാവ് ഹിം എ ക്വിക്ക് ഹഗ് ആൻഡ് റാൻ ടു ദ ബസ്. I cried on the walk home again, but this time because I was so happy. I couldn't wait to tell Grandpa and ran straight to the field. I joined him in the row where he was working, and without saying anything, I crouched down and started pulling up the weeds with my hands. Grandpa worked alongside me for a few minutes, and he didn't ask what had happened. After I had a little pile of weeds between the rows, I stood up and faced him. The principal said, he is making an exception for me, Grandpa, and I am getting the jacket after all. That is, after I told him what you said. Grandpa didn't say anything. He just gave me a pat on the shoulder and a smile. He pulled out the crumpled red handkerchief that he always carried in his back pocket and wiped the sweat off his forehead. Better go see if your grandmother needs any help with supper. I gave him a big grin. He didn't fool me. I skipped and ran back to the house, whistling some silly tune. His face looked as happy and innocent as a baby's. അദ്ദേഹത്തിൻ്റെ മുഖം ഒരു കുട്ടിയുടേതുപോലെ സന്തോഷം നിറഞ്ഞതും നിഷ്കളങ്കമായതുമായി തോന്നിപ്പിച്ചു. ബട്ട് ഐ ന്യൂ ബെറ്റർ, എന്നാൽ എനിക്ക് നന്നായി അറിയാം അദ്ദേഹത്തെക്കുറിച്ച്. വിത്തൗട്ട് ആൻസറിങ്, മറുപടി നൽകാതെ, ഐ ഗാവ് ഹിം എ ക്വിക്ക് ഹഗ്, ഞാൻ അദ്ദേഹത്തിന് പെട്ടെന്നുള്ളൊരു ആലിംഗനം നൽകി. ആൻഡ് റാൻ ടു ദ ബസ്, എന്നിട്ട് ബസ്സിലേക്ക് ഓടി. ഐ ക്രൈഡ് ഓൺ ദ വാക്ക് ഹോം അഗെയിൻ, ഞാൻ വീണ്ടും വീട്ടിലേക്ക് നടക്കുമ്പോൾ കരഞ്ഞു. ബട്ട് ദിസ് ടൈം ബിക്കോസ് ഐ വാസ് സോ ഹാപ്പി, പക്ഷേ ഈ സമയം ഞാൻ വളരെ സന്തോഷവതി ആയതുകൊണ്ട് കരഞ്ഞതാണ്. ഇതിനു മുമ്പ് ദുഃഖത്താലായിരുന്നു കരഞ്ഞത്. ഐ കുഡിൻ വെയിറ്റ് ടു ടെൽ ഗ്രാൻഡ്പ, എനിക്ക് ഗ്രാൻഡ്പയോട് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ സാധിച്ചില്ല, കാത്തിരിക്കാൻ സാധിച്ചില്ല. ആൻഡ് റാൻ സ്ട്രൈറ്റ് ടു ദ ഫീൽഡ്, നേരെ വയലിലേക്ക് ഓടി. ഐ ജോയിൻ ഹിം ഇൻ ദ റോ വേർ ഹി വാസ് വർക്കിംഗ്, അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആ നിരയുടെ അടുത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചേർന്നു. ആൻഡ് വിത്തൗട്ട് സെയിങ് എനിത്തിങ്, ഒന്നും പറയാതെ, ഐ ക്രൗച്ച്ഡ് ഡൗൺ, ഞാൻ കുനിഞ്ഞു. ആൻഡ് സ്റ്റാർട്ടഡ് പുള്ളിങ് അപ്പ് ദ വീഡ്സ്, കളകൾ പറിക്കാൻ തുടങ്ങി. വിത്ത് മൈ ഹാൻഡ്സ്, എൻ്റെ കൈകൾ കൊണ്ട്. ഗ്രാൻഡ്പ വർക്ക്ഡ് അലോങ് സൈഡ് മീ, ഗ്രാൻഡ്പ എൻ്റെ അരികിൽ ജോലി ചെയ്തു. ഫോർ എ ഫ്യൂ മിനിറ്റ്സ്, കുറച്ച് സമയങ്ങൾ. ആൻഡ് ഹി ഡിഡിൻ ആസ്ക് വാട്ട് ഹാഡ് ഹാപ്പൺഡ്, എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചില്ല. ആഫ്റ്റർ ഐ ഹാഡ് എ ലിറ്റിൽ പയൽ ഓഫ് വീഡ്സ് ബിറ്റ്വീൻ ദ റോസ്, നിരകൾക്കിടയിൽ നിന്നും ഒരു ചെറിയ കൂമ്പാരം കളകൾ പറിച്ച ശേഷം, ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് ഫേസ്ഡ് ഹിം, ഞാൻ എണീറ്റ് നിന്ന് അദ്ദേഹത്തെ അഭിമുഖീകരിച്ചു. ദ പ്രിൻസിപ്പൽ സെഡ്, ഹി ഈസ് മേക്കിംഗ് ആൻ എക്സെപ്ഷൻ ഫോർ മീ ഗ്രാൻഡ്പ. ഗ്രാൻഡ്പ, പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു, എൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഒഴിവാക്കൽ നടത്തുകയാണ്. ആൻഡ് ഐ ആം ഗെറ്റിംഗ് ദ ജാക്കറ്റ് ആഫ്റ്റർ ഓൾ, അവസാനം എനിക്ക് ജാക്കറ്റ് കിട്ടാൻ പോവുകയാണ്.
ദാറ്റ് ഈസ് ആഫ്റ്റർ ഐ ടോൾഡ് ഹിം വാട്ട് യു സെഡ്. അത് ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ ശേഷമാണ് സംഭവിച്ചത്. ഗ്രാൻഡ് പാ ഡിഡ്ന്റ് സേ എനിത്തിങ്. ഗ്രാൻഡ് പാ ഒന്നും പറഞ്ഞില്ല. ഹി ജസ്റ്റ് ഗാവ് മീ എ പാറ്റ് ഓൺ ദ ഷോൾഡർ ആൻഡ് എ സ്മൈൽ. അദ്ദേഹം എൻ്റെ തോളിൽ ഒന്ന് തടവുകയും ഒരു ചിരി നൽകുകയും മാത്രം ചെയ്തു. ഹി പുൾ ഔട്ട് ദ ക്രംബിൾഡ് റെഡ് ഹാങ്കർ ചീഫ്. അദ്ദേഹം ചുവന്ന തൂവാല പുറത്തേക്കെടുത്തു. ക്രംബിൾഡ് എന്നാൽ ചുളിഞ്ഞ. ദാറ്റ് ഹി ഓൾവേസ് ക്യാരിഡ് ഇൻ ഹീസ് ബാക്ക് പോക്കറ്റ്. അദ്ദേഹം എപ്പോഴും തൻ്റെ പിറകുവശത്തുള്ള പോക്കറ്റിൽ ചുമന്ന് നടന്നിരുന്ന തൂവാല. ആൻഡ് വൈപ്പ്ഡ് ദ സ്വെറ്റ് ഓഫ് ഹീസ് ഫോർഹെഡ്. അദ്ദേഹം നെറ്റിയിൽ നിന്നും വിയർപ്പ് തുടച്ചു കളഞ്ഞു. ബെറ്റർ ഗോ സീ ഇഫ് യുവർ ഗ്രാൻഡ് മദർ നീഡ്സ് എനി ഹെൽപ്പ് വിത്ത് സപ്പർ. നിനക്ക് ഏറ്റവും നല്ലത് പോയി മുത്തശ്ശിക്ക് സപ്പറിന് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കലാണ്. ഐ ഗ്യാവ് ഹിം എ ബിഗ് ഗ്രീൻ. ഞാൻ അദ്ദേഹത്തിനൊരു വലിയ ചിരി നൽകി. ഹീ ഡിഡിൻ ഫൂൾ മീ. അദ്ദേഹം എന്നെ വിഡ്ഢിയാക്കിയിട്ടില്ല. ഐ സ്കിപ്പിഡ്. ഞാൻ തുള്ളിച്ചാടി. ആൻഡ് റാൻ ബാക്ക് ടു ദ ഹൗസ്. തിരിച്ച് വീട്ടിലേക്ക് ഓടി. വിസ്ലിംഗ് സം സില്ലി ട്യൂൺ. ചെറിയ ഏതോ ഒരു ഈണം മൂളിക്കൊണ്ട്.